നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 6.3-ലെ 10th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. സി ഡി ആൻഡ് ജി എച്ച് ആർ റെസ്പെക്റ്റീവ്ലി ദ ബൈസെക്ടർ ഓഫ് ആംഗിൾ എ സി ബി ആൻഡ് ആംഗിൾ ഇ ജി എഫ് സച്ച് ദാറ്റ് ഡി ആൻഡ് എച്ച് ലൈ ഓൺ ദ സൈഡ് എ ബി ആൻഡ് ഇ എഫ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ ഇ എഫ് ജി റെസ്പെക്റ്റീവ്ലി. ഇഫ് ട്രയാങ്കിൾ എ ബി സി similar to triangle FEG, show that first sub question CD by GH equal to AC by FG. Second question, triangle DCB similar to triangle HGE. Third sub question, triangle DCA similar to HGF. നമുക്ക് 3 സബ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അത് ഷോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് പിക്ചർ ഒന്നും തന്നിട്ടില്ല, നമുക്ക് ഫിഗർ തന്നെ വരയ്ക്കണം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഫിഗർ വരയ്ക്കാൻ പോകുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മളതിന് എളുപ്പത്തിന് വേണ്ടി സിമിലാരിറ്റി ഉള്ള ട്രയാങ്കിളാണ് നമ്മളിവിടെ എടുക്കുന്നത്. സിമിലാരിറ്റി ഉള്ള ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ എഫ് ഇ ജി. ആ ഒരു ഓർഡറിൽ തന്നെയായിരിക്കണം പിക്ചർ വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ സിമിലർ ആയിട്ടുള്ള ട്രയാങ്കിൾ എടുക്കുക, എന്നിട്ട് അതേ ഓർഡറിൽ തന്നെ പിക്ചർ വരയ്ക്കണം. എ ബി സി അല്ലേ, എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ. അപ്പം ഞാൻ 2 ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ഇത് എ ബി സി. ഇനി അടുത്തത് എഫ് ഇ ജി. ഓക്കെ, അപ്പോൾ 2 ട്രയാങ്കിൾ വരച്ചു. ഇത് സിമിലർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. സി ഡി ആൻഡ് ജി എച്ച് ആർ റെസ്പെക്റ്റീവ്ലി ദ ബൈസെക്ടർ ഓഫ് ആംഗിൾ എ സി ബി ആൻഡ് ആംഗിൾ ഇ ജി എഫ്. നോക്കിക്കേ, ആംഗിൾ എ സി ബിയുടെ ബൈസെക്ടർ ആണ് സി ഡി എന്ന് പറയുന്നത്. ആംഗിൾ എ സി ബി നോക്കിക്കേ, എ സി ബി ഇതാണ് ആംഗിൾ എ സി ബി. ഇതിൻ്റെ ബൈസെക്ടർ ആണ് സി ഡി എന്ന് പറയുന്നത്. അപ്പോൾ സി ഇവിടെ സ്റ്റാർട്ട് ചെയ്യും, അപ്പോൾ ഡി എവിടെയായിരിക്കും? ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് ബൈസെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഡി എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, അപ്പോൾ സി ഡി ബൈസെക്ടർ ആണ് ആംഗിൾ എ സി ബിയുടെ. ഇനി ആംഗിൾ ഇ ജി എഫിൻ്റെ ബൈസെക്ടർ ആണ് ജി എച്ച് എന്ന് പറയുന്നത്. അപ്പം ഇ ജി എഫ് ഇതാണ് ആംഗിൾ ഇ ജി എഫ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബൈസെക്ടർ ആണ് ഏത്? ജി എച്ച്. അപ്പോൾ ജി ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, ഇനി അവിടെ എന്തായിരിക്കും? എച്ച് അല്ലേ. അപ്പം ഞാൻ ഈ ലൈനും ജോയിൻ ചെയ്തു. അപ്പോൾ 2 ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ബൈസെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സച്ച് ദാറ്റ് ഡി ആൻഡ് എച്ച് ലൈ ഓൺ ദി സൈഡ് എ ബി ആൻഡ് ഇ എഫ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ ഇ എഫ് ജി അല്ലേ. ഡിയും എച്ചും എങ്ങനെയാണെന്നാണ് പറയുന്നത്? ഡി എന്ന് പറഞ്ഞിരിക്കുന്നത് എ ബി എന്ന് പറഞ്ഞ സൈഡിൽ വന്നിരിക്കുന്നതാണ് അല്ലേ. എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിൽ എ ബി എന്ന് പറഞ്ഞ സൈഡിൽ വന്നിരിക്കുന്നതാണ് ഡി. ഓക്കെ, അത് കറക്റ്റാണ്. പിന്നെ ട്രയാങ്കിൾ ഇ എഫ് ജിയിൽ ഇ എഫ് എന്ന് പറയുന്ന സൈഡിൽ വന്നിരിക്കുന്നതാണ് എച്ച് അല്ലേ, അതും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഷോ ചെയ്യേണ്ടത് 3 കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ, സി ഡി ബൈ ജി എച്ച് ഈക്വൽ ടു എ സി ബൈ എഫ് ജി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് എന്താണെന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ടത്. സി ഡി ബൈ ജി എച്ച് ഈക്വൽ ടു എ സി ബൈ എഫ് ജി അല്ലേ. ഈ സൈഡ് സി ഡി ബൈ ജി എച്ച് ഈക്വൽ ടു എ സി ബൈ എഫ് ജി അല്ലേ. 2 ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഏത് ട്രയാങ്കിളാണെന്ന് നോക്കണം. ഈ വലിയ ട്രയാങ്കിളിൻ്റെ സൈഡാണോ? അല്ല. എ സി ഡി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡി സി എ എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെയും അതുപോലെ തന്നെ എച്ച് ജി എഫ് എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെയും കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് അത് ഉൾപ്പെടുന്ന ട്രയാങ്കിള് സിമിലർ ആണെന്ന് പറഞ്ഞാൽ മതി അല്ലേ. സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ. കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ആ സൈഡ് ഉൾപ്പെടുന്ന ട്രയാങ്കിള് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യുക.
ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഏത് ട്രയാങ്കിളാണ് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് ഈ രണ്ട് സൈഡാണ് സി ഡി ബൈ ജി എച്ച് ഈക്വൽ ടു എ സി ബൈ എഫ് ജി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഈ രണ്ട് സൈഡും ഉള്ള ട്രയാങ്കിൾ ഏതാ? ഡി സി എ, അതുപോലെ തന്നെ എച്ച് ജി എഫ് അല്ലേ. ഈ രണ്ട് ട്രയാങ്കിളും ഞാനൊന്ന് ഷെയ്ഡ് ചെയ്ത് കാണിക്കാം. ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം നമുക്ക്. ഫസ്റ്റ് സിമിലർ ആണെങ്കിൽ നമുക്ക് നേരിട്ട് എഴുതാം, കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് സിമിലർ ട്രയാങ്കിൾ എന്ന് എഴുതാം. അപ്പോൾ ഇത് രണ്ട് സിമിലർ ആണെന്ന് തെളിയിക്കാനാണ് നമ്മൾ ഫസ്റ്റ് നോക്കണേ. ഇത് തന്നെ തേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ, തേർഡ് സബ് ക്വസ്റ്റ്യൻ വായിച്ച ട്രയാങ്കിൾ ഡി സി എ സിമിലർ ടു എച്ച് ജി എഫ്. ഈ രണ്ട് ട്രയാങ്കിളും എങ്ങനെയാണ് സിമിലർ ആണെന്ന് തെളിയിക്കാനാണ് തേർഡ് സബ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തേർഡ് വൺ പ്രൂവ് ചെയ്തിട്ട് ഫസ്റ്റ് വണ്ണിലേക്ക് വരാം അല്ലേ. അപ്പോൾ നമുക്ക് തേർഡ് വൺ പ്രൂവ് ചെയ്താൽ ഓൾറെഡി നമുക്ക് ഫസ്റ്റ് വൺ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് തേർഡ് വൺ ആണ് പ്രൂവ് ചെയ്യേണ്ടത്. സബ് ക്വസ്റ്റ്യൻ തേർഡ് വൺ പ്രൂവ് ചെയ്യാണ്. അപ്പോൾ തേർഡ് വൺ പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് എന്താ? ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു, എപ്പോഴും തന്നിരിക്കുന്ന കാര്യം ആദ്യം നോക്കണം. ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ എഫ് ഇ ജി അല്ലേ. അത് ഗിവൺ ആണ്, അത് ഞാൻ എഴുതുവാണ്. ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ എഫ് ഇ ജി, ബ്രാക്കറ്റിൽ എന്താണ് കണ്ടീഷൻ? ഗിവൺ അല്ലേ, തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് തെളിയിക്കാൻ നമ്മൾ കുറേ സിമിലാരിറ്റി ക്രൈറ്റീരിയ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും സിമിലാരിറ്റി ക്രൈറ്റീരിയ കിട്ടണം ഇവിടെ. അപ്പം ഞാൻ നോക്കുകയാണ്, ഈ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിലും എഫ് ഇ ജി എന്ന് പറയുന്ന ട്രയാങ്കിളിലും എന്തൊക്കെയാണ് ഈക്വൽ ആയിട്ട് വന്നേന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ നോക്കുകയാണ്, ഇവിടെ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സിമിലർ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഓഫ് സിമിലർ ട്രയാങ്കിൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഞാൻ സി ഡി എന്ന് പറയണത് ബൈസെക്ടർ ആണ്. ഏത് ആംഗിളിൻ്റെ? എ സി ബി എന്ന് പറയണത്. അപ്പോൾ ഈ ആംഗിൾ സി എന്ന് പറയുന്നത് ഇത് മൊത്തമാണ്. ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ജി അല്ലേ. കാരണം എന്താ? ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ആംഗിളും എന്താണ്? ഈക്വൽ ആണ്. കാരണം കറസ്പോണ്ടിങ് ആംഗിൾ ഓഫ് സിമിലർ ട്രയാങ്കിൾ ആയതുകൊണ്ട്. അപ്പോൾ ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ജി എന്ന് എഴുതുവാണ് ബ്രാക്കറ്റിൽ. കാരണം എന്താ? കറസ്പോണ്ടിങ് ആംഗിൾസ് ഓഫ് സിമിലർ ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾ എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്ന് നമുക്കറിയാം. അപ്പോൾ തോന്നും ഈ എ ബി സിക്ക് ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ഇ അല്ലേ എന്ന് പറയാം. അത് എടുക്കാൻ പാടില്ലേ എന്ന് ഓർക്കും. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ബൈസെക്റ്റ് ചെയ്യണ ആംഗിൾ എന്ന് പറയുന്നത് സി ഡി ആണ് ബൈസെക്ടർ ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ സി തന്നെ എടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, നമുക്ക് ഈ ട്രയാങ്കിളാണ് ആവശ്യം. അപ്പോൾ ഈ സൈഡാണ് ഞാൻ എഴുതുന്നത് കറസ്പോണ്ടിങ് സൈഡ്സ് ആയിട്ട് കേട്ടോ. അപ്പോൾ ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ജി എന്ന് എടുത്തു. അപ്പോൾ ആംഗിൾ സിയും ഈക്വൽ ടു ആംഗിൾ ജി എന്ന് ഫസ്റ്റ് എഴുതാൻ കാരണം എന്താ? ഞാൻ ഈ ചെറിയ ട്രയാങ്കിളാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ സി അല്ലേ. സി ഡിവൈഡ് ചെയ്ത് രണ്ട് ഭാഗമാക്കണതല്ലേ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ജി എന്ന് ആദ്യം എഴുതിയത്. കറസ്പോണ്ടിങ് ആംഗിൾ ഓഫ് സിമിലർ ട്രയാങ്കിൾ, രണ്ട് ട്രയാങ്കിളാണ്, ഇത് രണ്ട് സിമിലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ജി ആണ് കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് സിമിലർ ട്രയാങ്കിൾ. ഇനി അടുത്തത് നമുക്ക് ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ കാര്യമാണ് പറയേണ്ടത് അല്ലേ. അപ്പോൾ ഇത് ബൈസെക്ടർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുന്നത് ഈക്വൽ പാർട്സ് ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ പകുതി ഹാഫ് അല്ലേ. അപ്പം ഞാൻ ഇതിൻ്റെ പകുതി എടുക്കുവാണേ. ഹാഫ് ആംഗിൾ സി ഈക്വൽ ടു ഹാഫ് ആംഗിൾ ജി എന്ന് എഴുതാലോ. കാരണം എന്താ? രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഹാഫ് എടുക്കുമ്പോഴും ഈക്വൽ ആയിരിക്കും. ഹാഫ് എടുക്കാൻ കാരണം എന്താ? ഈ ചെറിയ ട്രയാങ്കിൾ ആണ് നമുക്ക് സിമിലർ ആണെന്ന് പറയേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സൈഡ് കിട്ടണമെങ്കിൽ ഇതിൻ്റെ ഹാഫ് അല്ലേ. ടോട്ടലാണ് ആംഗിൾ സി എന്ന് പറയുന്നത്. ഈ ഒരു ചെറിയ ഭാഗം മതി നമുക്ക് ഈ ചെറിയ ട്രയാങ്കിളിന്. അപ്പോൾ ഇതിൻ്റെ
പകുതിയാണ് ഈ ചെറിയ ഭാഗം അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഹാഫ് എടുത്തത്. അപ്പോൾ ബ്രാക്കറ്റിൽ കാരണം എന്ത് എഴുതും, ഈ സി ഡിയും ജി എച്ചും ബൈസെക്ടർ ആയതുകൊണ്ടാണ് രണ്ടും ഈക്വലായിട്ട് പകുതി പകുതി വന്നത്. ഓക്കെ, ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന്. സി ഡി ആൻഡ് ജി എച്ച് ആർ ബൈസെക്ടർ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളുമാണ് സിമിലർ ആണെന്ന് തെളിയിക്കേണ്ടത്. അപ്പോൾ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് തെളിയിക്കാൻ ഞാൻ ഒരു ആംഗിൾ ഈക്വൽ ആണെന്ന് കാണിച്ചു അല്ലേ. ഒരു ആംഗിൾ ഏതാ, ഈ ഒരു ചെറിയ ആംഗിൾ, ഇവിടുത്തെ ഈ ചെറിയ ആംഗിളും ഇവിടുത്തെ ചെറിയ ആംഗിളും ഈക്വൽ ആണെന്ന് കാണിച്ചു അല്ലേ. അപ്പോൾ നമുക്ക് അതാണ് ഹാഫ് ആംഗിൾ സി ഈക്വൽ ടു ഹാഫ് ആംഗിൾ ജി എന്ന് കിട്ടേണ്ടത്. ഇനി ഞാനിതിന് പേര് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ആംഗിൾ സിയുടെ ഹാഫിന് 1 എന്ന് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ 1 എന്ന് കൊടുക്കാൻ പോവാണ്. 1, ഇത് 2. അപ്പം ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 ആണ് അല്ലേ. ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 എന്ന് എഴുതാം. കാരണം എന്താ, ഇത് തന്നെ സി ഡി ആൻഡ് ജി എച്ച് ആർ ബൈസെക്ടർ അല്ലേ. ഓക്കെ, അപ്പോൾ ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2. അപ്പോൾ രണ്ട് ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്, ഒരു സൈഡ് ഈക്വലായിട്ട്, ഒരു സൈഡ് അല്ല, കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വലായിട്ട് കിട്ടി അല്ലേ. ഇനി ഒരു ആംഗിളും കൂടി ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പറയാം. ഇനി നോക്കിക്കേ, ഈ രണ്ട് ട്രയാങ്കിൾ, ഈ വലിയ ട്രയാങ്കിൾ സിമിലർ ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ആയ ആംഗിൾ എയും ആംഗിൾ എഫും അല്ലേ, എ ബി സി സിമിലർ ടു എഫ് ഇ ജി. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ എഫ് ആണ്. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ എഫ്. കാരണം എന്താ, രണ്ടും സിമിലർ ട്രയാങ്കിൾ ആണെന്നും പറഞ്ഞാണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് എഴുതാം ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ എഫ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ എടുത്തെഴുതിയിട്ടുണ്ട് ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ എഫ് ബ്രാക്കറ്റിൽ. അതിൻ്റെ കാരണം എന്താ, ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എ ബി സി സിമിലർ ടു എഫ് ഇ ജി എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാം കറസ്പോണ്ടിങ് ആംഗിൾ ഓഫ് സിമിലർ ട്രയാങ്കിൾ ഈക്വൽ ആയിരിക്കും. കറസ്പോണ്ടിങ് ആംഗിൾസും എങ്ങനെയായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ എഫ് എന്ന് എഴുതി. അപ്പോൾ ഈ ആംഗിൾ എയും ആംഗിൾ എഫും ഏത് ട്രയാങ്കിളിൽ വരുന്നുണ്ട്, ഡി സി എ എന്ന് പറയുന്ന ട്രയാങ്കിളിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ എച്ച് ജി എഫ് എന്ന് പറയുന്ന ട്രയാങ്കിളിലും വരുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് രണ്ട് ആംഗിള് ഈക്വൽ ആണ്, ഈ രണ്ട് ട്രയാങ്കിളിൽ രണ്ട് ആംഗിള് ഈക്വൽ ആണ് നമ്മളിവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് ഏതാ, ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 ആണെന്ന് പറഞ്ഞു. ദെൻ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ എഫ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ രണ്ട് ആംഗിൾ ഈക്വൽ ആണ് എങ്കിൽ നമുക്ക് ബൈ എ സിമിലാരിറ്റി ക്രൈറ്റീരിയ വെച്ചിട്ട് എങ്ങനെ പറയാം, ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പറയാം അല്ലേ. അപ്പോൾ ദെർഫോർ ബൈ എ സിമിലാരിറ്റി ക്രൈറ്റീരിയ ഏത് ട്രയാങ്കിളാണ് നമ്മളോട് പ്രൂവ് ചെയ്യുന്നത്, ട്രയാങ്കിൾ ഡി സി എ സിമിലർ ടു ട്രയാങ്കിൾ ഡി സി എ. നമ്മൾ ആ ക്വസ്റ്റ്യൻ തന്നെ നോക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ ഡി സി എ, ഓർഡർ ഡി സി എ സിമിലർ ടു ട്രയാങ്കിൾ എഫ് ഇ ജി എന്ന് പറയും അല്ലേ. ഡി സി എ സിമിലർ ടു ട്രയാങ്കിൾ എച്ച് ജി എഫ് എന്നാട്ടോ, സോറി എച്ച് ജി എഫ്. ഓർഡർ നോക്കണേ, എച്ച് ജി എഫ്. ഇതായിരുന്നു നമുക്ക് തേർഡ് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞു. അപ്പോൾ തേർഡ് വൺ ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തു. തേർഡ് വൺ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫസ്റ്റ് വൺ പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം എന്താ, ഈ തേർഡ് വൺ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്നാണ് പ്രൂവ് ചെയ്തേക്കുന്നത്. അപ്പോൾ സിമിലർ ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ എങ്ങനെയായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതാണ് ഫസ്റ്റ് വണ്ണിൽ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എടുത്ത് എഴുതിയാൽ മാത്രം മതി. സി ഡി ബൈ ജി എച്ച് ഈക്വൽ ടു എ സി ബൈ എഫ് ജി. ബ്രാക്കറ്റിൽ എന്താണ്, കറസ്പോണ്ടിങ് സൈഡ്സ് സെയിം റേഷ്യോ അല്ലേ, കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് സിമിലർ ട്രയാങ്കിൾ എന്ന് എഴുതിയാൽ മതി.
corresponding sides of similar triangle അല്ലേ? ഏതാ സിമിലർ ട്രയാങ്കിൾ ആണെന്ന്, രണ്ടെണ്ണം സിമിലർ ആണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മൾ ഓൾറെഡി തേർഡ് സബ് കോസ്റ്റിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ തേർഡ് വൺ ആദ്യം പ്രൂവ് ചെയ്തത്. കാരണം രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ കഴിഞ്ഞു. ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. സെക്കൻഡ് ഏതാ ക്വസ്റ്റ്യൻ വായിച്ചേ? ട്രയാങ്കിൾ ഡി സി ബി സിമിലർ ടു ട്രയാങ്കിൾ എച്ച് ജി ഇ. ഡി സി ബി നോക്കിക്കേ, ഡി സി ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഏതാണ്? ഈ താഴത്തെ ട്രയാങ്കിൾ അല്ലേ? ഇത് സിമിലർ ടു ഏതാ പറഞ്ഞിരിക്കുന്നത്? എച്ച് ജി എഫ്. ഓക്കെ, ഇതും നമ്മൾ മുകളിൽ പ്രൂവ് ചെയ്ത പോലെ തന്നെ സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാം. നമ്മൾ എന്താ ചെയ്തത്? ഫസ്റ്റ് നമ്മൾ മുകളിൽ ആദ്യം ചെയ്തില്ലേ? എങ്ങനെയാണ് ചെയ്തായിരുന്നത്? രണ്ട് സൈഡ്, രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്ന് ഇതിനകത്തും പറയാൻ പറ്റും. ഏതൊക്കെ ആംഗിളാണ് ഈക്വൽ ആണെന്ന് പറയാം? ഇവിടെ നമ്മൾ ഇവിടെ ഒരു ചെറിയ സെക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? ബൈസെക്ടർ ആണെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളിവിടെ ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു നമ്പർ കൊടുക്കാം. ഇവിടെ ഞാൻ കൊടുക്കുവാണ് 3 എന്ന് പറയണത്. ഇവിടെ 1ഉം 2ഉം കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3, ഇവിടെ ആംഗിൾ 4. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഏറ്റവും ആദ്യം എടുക്കുന്ന തന്നിരിക്കുന്ന കാര്യം ക്വസ്റ്റ്യനിൽ ഏതാ? ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ എഫ് ഇ ജി എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് വെച്ച് തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എഴുതാം ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ എഫ് ഇ ജി. എന്തുകൊണ്ടാണ്? ഗിവൺ. കാരണം എഴുതണേ ബ്രാക്കറ്റിൽ ഗിവൺ തന്നിട്ടുണ്ട് അല്ലേ? എഫ് ഇ ജി സിമിലർ ആണ് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യത്തെ പോലെ തന്നെ പ്രൂവ് ചെയ്ത പോലെ തന്നെ പോരട്ടെ. ഇനി എന്താ? ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ജി ആണ്. അതായത് കറസ്പോണ്ടിങ് ആംഗിൾ ഓഫ് സിമിലർ ട്രയാങ്കിൾ അല്ലേ? അപ്പോൾ ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ജി എന്ന് എഴുതി. കാരണം എന്താ? കറസ്പോണ്ടിങ് ആംഗിൾ ഓഫ് സിമിലർ ട്രയാങ്കിൾ. കറസ്പോണ്ടിങ് ആംഗിൾ ഓഫ് സിമിലർ ട്രയാങ്കിൾ. ഓക്കെ, ദെൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഹാഫ് എടുത്തു. ഇതിൻ്റെ ഹാഫ് അല്ലേ ഈ 3യും, അതുപോലെ തന്നെ ഈ ജിയുടെ ഹാഫാണ് ഈ 4 എന്ന് പറയുന്നതും അല്ലേ? അടുത്ത ട്രയാങ്കിൾ ഇത് രണ്ടുമാണ് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഈ രണ്ട് ട്രയാങ്കിളിലെ ആംഗിളാണ് എടുക്കേണ്ടത്. ഓക്കെ, ഹാഫ് ആംഗിൾ സി ഈക്വൽ ടു ഹാഫ് ആംഗിൾ ജി. ദെൻ ഏതായിരിക്കും? 3, 4. നമ്മൾ ഹാഫ് ആംഗിൾ സിയുടെ ഹാഫ് ഏതായിട്ട് അടുത്ത സെക്ഷനിൽ എടുത്തിരിക്കുന്നത്? നമുക്ക് ഈ ട്രയാങ്കിളാണ് വേണ്ടത്. അപ്പോൾ 3 ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4. കാരണം എന്താ? സി ഡി ആൻഡ് ജി എച്ച് ആർ ബൈസെക്ടർ അല്ലേ? ബൈസെക്ടർ ആണ്. ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇനി ഈ ട്രയാങ്കിളിൽ നമുക്ക് കോമൺ ആയിട്ട് ഏതെങ്കിലും ആംഗിൾ ഉണ്ട്. നമ്മൾ ഒരു ആംഗിൾ ഈക്വൽ ആണെന്ന് ഓൾറെഡി പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് ഒരു ആംഗിളും കൂടിയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് തെളിയിക്കാം. നമുക്കിപ്പോൾ ഒരു ആംഗിളും കൂടിയും ഈക്വൽ ആണെന്ന് കണ്ടുപിടിക്കണം. നോക്കിക്കേ, ഈ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളും എഫ് ഇ ജി എന്ന് പറയുന്ന ട്രയാങ്കിളും സിമിലർ ആണെന്ന് പറഞ്ഞാണ് തന്നിരിക്കുന്നത്. അതിൽ നിന്നാണ് നമ്മൾ പ്രൂവ് ചെയ്ത് വന്നത്. അപ്പോൾ നമുക്ക് ഒരു ആംഗിൾ ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ ചെറിയ ട്രയാങ്കിളിൽ ഈ രണ്ട് ട്രയാങ്കിളും എടുത്തു കഴിയുമ്പോൾ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ഇ അല്ലേ? കാരണം എന്താ? എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിലെ കറസ്പോണ്ടിങ് ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ഇ ആണ്. കാരണം എഫ് ഇ ജി ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ എനിക്ക് അതും കൂടി എഴുതാലോ. ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ഇ. ബ്രാക്കറ്റിൽ എന്താ? ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സിമിലർ ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ബ്രാക്കറ്റിൽ എഴുതാം
കറസ്പോണ്ടിങ് ആംഗിൾ ഓഫ് സിമിലർ ട്രയാങ്കിൾ അല്ലേ. അപ്പം എനിക്ക് രണ്ട് ആംഗിള് ഈക്വൽ ആണെന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4ഉം പിന്നെ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ഇയും അല്ലേ. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും എടുത്തു കഴിയുമ്പോൾ രണ്ട് ആംഗിൾ ഈക്വലായിട്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വലായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബൈ എ ക്രൈറ്റീരിയ നമുക്ക് എ ക്രൈറ്റീരിയ അനുസരിച്ച് എങ്ങനെ പറയാം? ഈ രണ്ട് ട്രയാങ്കിൾ ക്വസ്റ്റ്യനിലെ ഓർഡർ തന്നെ പറയണേ. ഡി സി എ സിമിലർ ടു എച്ച് ജി എഫ്. ഓക്കെ, നമുക്ക് അതും കൂടി എഴുതി വയ്ക്കാം. Therefore, by a similarity criteria, ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഓർഡർ തന്നെ എഴുതണേ. ട്രയാങ്കിൾ ഡി സി എ സിമിലർ ടു ട്രയാങ്കിൾ എച്ച് ജി എഫ്. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ. നമ്മൾ 3 ക്വസ്റ്റ്യൻ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏരിയ ഓഫ് സിമിലർ ട്രയാങ്കിൾസ് ആണ്. സിമിലർ ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകതയൊക്കെ നമ്മൾ പഠിച്ചു. ഇനി അതിൻ്റെ ഏരിയയുടെ പ്രത്യേകതയാണ്. സിമിലർ ട്രയാങ്കിൾസ്, രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ അതിൻ്റെ ഏരിയ തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തിയറമാണ് 6.6 പറയുന്നത്. തിയറം 6.6 നമുക്ക് നോക്കാം. ദ റേഷ്യോ ഓഫ് ദ ഏരിയാസ് ഓഫ് 2 സിമിലർ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ദ സ്ക്വയർ ഓഫ് ദ റേഷ്യോ ഓഫ് ദർ കറസ്പോണ്ടിങ് സൈഡ്സ്. ഇതാണ് തിയറം പറയുന്നത്. അതായത് രണ്ട് സിമിലർ ട്രയാങ്കിൾ. അപ്പം ഞാൻ രണ്ട് സിമിലർ ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ഇതാണ് ഫസ്റ്റ് ട്രയാങ്കിൾ. ഇതിന് പേര് കൊടുക്കുകയാണ് എ ബി സി. ഇനി അടുത്ത ട്രയാങ്കിൾ പി ക്യു ആർ. ഇത് രണ്ടും സിമിലർ ട്രയാങ്കിൾ ആണ്. കാരണം നമുക്ക് സിമിലർ ട്രയാങ്കിളിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ രണ്ട് സിമിലർ ട്രയാങ്കിൾ വരച്ചത്. സിമിലർ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത അറിയാലോ. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ സെയിം റേഷ്യോ അല്ലേ. ഇനി നമുക്ക് നോക്കാം എന്താണ് തിയറം പറഞ്ഞേക്കണേന്ന്. ദ റേഷ്യോ ഓഫ് ദ ഏരിയ ഓഫ് 2 സിമിലർ ട്രയാങ്കിൾ. രണ്ട് സിമിലർ ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ റേഷ്യോ. അതായത് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ എന്താ? ഏരിയ ഓഫ് എ ബി സി അല്ലേ. ഏരിയന് ഞാൻ എ ആർ എന്ന് എഴുതുവാണ്. ഏരിയ ഓഫ് എ ബി സി. ഇനി അടുത്തതിൻ്റെ ഏരിയ എന്ത് വരും? ഏരിയ ഓഫ് പി ക്യു ആർ. ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ എങ്ങനെയാ? ഏരിയ ഓഫ് എ ബി സി ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് പി ക്യു ആർ. റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യണതിനാണ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പം ഏരിയ ഓഫ് 2 സിമിലർ ട്രയാങ്കിൾ, ഏരിയ ഓഫ് 2 സിമിലർ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് എ ബി സി, ഏരിയ ഓഫ് പി ക്യു ആർ. ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് എ ബി സി ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് പി ക്യു ആർ. ഓക്കെ ആണല്ലോ. ഇത് എന്തിനോട് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? വായിച്ചു നോക്കിയേ. ഈസ് ഈക്വൽ ടു ദ സ്ക്വയർ ഓഫ് ദ റേഷ്യോ ഓഫ് ദർ കറസ്പോണ്ടിങ് സൈഡ്. കറസ്പോണ്ടിങ് സൈഡിൻ്റെ റേഷ്യോയുടെ സ്ക്വയറിനോട് ഈക്വൽ ആണെന്ന്. അതായത് വിച്ച് ഈസ് ഈക്വൽ ടു കറസ്പോണ്ടിങ് സൈഡ്സ്. ഞാൻ എ ബി സി ആ ഓർഡറിൽ എടുത്തിരിക്കുന്ന എ ബി സി പി ക്യു ആർ. ഇതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ് ഏതായിരിക്കും? എ ബി. ഇതിൻ്റെ ഈ ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് സൈഡ് ഇവിടെ ഏത് വരും? പി ക്യു. എ ബി ബൈ പി ക്യു. റേഷ്യോ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. കറസ്പോണ്ടിങ് സൈഡിൻ്റെ റേഷ്യോ. കറസ്പോണ്ടിങ് സൈഡ് എ ബിയും പി ക്യു ആണ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ എ ബി ബൈ പി ക്യു കറസ്പോണ്ടിങ് സൈഡിൻ്റെ റേഷ്യോ. അതിൻ്റെ സ്ക്വയറിനോട് ഈക്വൽ ആണെന്ന് പറയുമ്പോൾ എന്താ? റേഷ്യോയുടെ സ്ക്വയർ ഓൾ സ്ക്വയർ ഈക്വൽ ടു കറസ്പോണ്ടിങ് സൈഡ് എ ബി ബൈ പി ക്യു മാത്രമല്ലല്ലോ ഉള്ളത്. ദെൻ ബി സി ബൈ ക്യു ആർ. ബി സി ബൈ ക്യു ആർ. ഇനി ഓൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഇനി ഏതാ? സി എ. എ സി എന്ന് എഴുതരുത്, ഓർഡർ കറക്റ്റായിട്ട് എഴുതണം. സി എ ബൈ ആർ പി ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ തിയറം പറഞ്ഞിരിക്കുന്നത്. ദ റേഷ്യോ ഓഫ് ദ
ഏരിയാസ് ഓഫ് ടു സിമിലർ ട്രയാങ്കിൾ. രണ്ട് സിമിലർ ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ റേഷ്യോ, അതാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. റേഷ്യോ എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ റേഷ്യോ എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ ഏരിയ ഓഫ് എ ബി സി ഡിവൈഡ് ബൈ ഏരിയ ഓഫ് പി ക്യു ആർ എന്ന് എഴുതി, വിച്ച് ഈസ് ഈക്വൽ ടു എന്താ പറഞ്ഞിരിക്കുന്നത്, ഈക്വൽ ടു ദ സ്ക്വയർ ഓഫ് ദ റേഷ്യോ ഓഫ് ദർ കറസ്പോണ്ടിങ് സൈഡ്സ്. കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോയുടെ സ്ക്വയർ. കറസ്പോണ്ടിങ് സൈഡ്സ് ആണ് ഈ രണ്ട് സിമിലർ ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് എന്ന് പറയുമ്പോൾ എ ബി ബൈ പി ക്യു, അതിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ, അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ ബി ബൈ പി ക്യു ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു, അടുത്ത കറസ്പോണ്ടിങ് സൈഡ്സ് ഏതാ, ബി സി ആണ്, ബി സി ബൈ ക്യു ആർ, അതാണ് റേഷ്യോ എന്ന് പറയുന്നത്, ബി സി ബൈ ക്യു ആർ. അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ബി സി ബൈ ക്യു ആർ ഹോൾ സ്ക്വയർ നോട് ഈക്വൽ ആണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ കറസ്പോണ്ടിങ് സൈഡ് എന്ന് പറയുമ്പോൾ സി എ ബൈ ആർ പി ഹോൾ സ്ക്വയറിന് കിട്ടും. ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇതാണ് തിയറം പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫും നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് പ്രൂവ് ചെയ്യാം. പ്രൂഫ് അപ്പം നമുക്ക് പ്രൂഫ് നോക്കാം ഇനി. അപ്പം രണ്ട് സിമിലർ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് തന്നിരിക്കുന്ന കാര്യം തന്നെ ആദ്യം എഴുതാം. ട്രയാങ്കിൾ എ ബി സി, ഓർഡർ കറക്റ്റ് ആയിട്ട് എഴുതണേ. ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ. എന്താ കാരണം, ഗിവൺ തന്നിട്ടുണ്ട് അല്ലേ, ടു സിമിലർ ട്രയാങ്കിളിന് തന്നിട്ടുണ്ട്. അപ്പം ഗിവൺ കാരണം എഴുതി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. അപ്പം നമുക്ക് അങ്ങനെ എഴുതാം മൊത്തമായിട്ട്. we have to prove that ഏരിയ ഓഫ്, ഏരിയനെ ഞാൻ എ ആർ എന്ന് എഴുതുവാണ്, ഏരിയ ഓഫ് എ ബി സി ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് പി ക്യു ആർ ഈക്വൽ ടു എ ബി ബൈ പി ക്യു ഹോൾ സ്ക്വയർ ഈക്വൽ ടു ബി സി ബൈ ക്യു ആർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു സി എ ബൈ ആർ പി ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കേട്ടോ. ഇത് ഞാനൊന്ന് ബോക്സിൽ ഇടുവാണേ, ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഏരിയ ഓഫ് എ ബി സി ഡിവൈഡ് ബൈ ഏരിയ ഓഫ് പി ക്യു ആർ ഈക്വൽ ടു എ ബി ബൈ പി ക്യു ഹോൾ സ്ക്വയർ ഈക്വൽ ടു ബി സി ബൈ ക്യു ആർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു സി എ ബൈ ആർ പി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതാണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് അറിയാം. നമുക്ക് പ്രൂവ് ചെയ്യാം. പ്രൂവ് ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് നോക്കണം ഏരിയ ഓഫ് എ ബി സി. ഏരിയ ഓഫ് എ ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ, നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ബി എച്ച് അല്ലേ. ബേസ് വേണം, ഹൈറ്റ്, എച്ച് എന്ന് പറയുന്നത് ഹൈറ്റാണ്. അപ്പോൾ ഇവിടെ ഹൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുവാണ്. ഓക്കെ, ഈ പോയിന്റ് ഞാൻ എം എന്ന് കൊടുക്കുവാണ്, ഈ പോയിന്റ് ഞാൻ എൻ എന്ന് കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, ഹൈറ്റ് വേണം അല്ലേ. ഹാഫ് ബി എച്ച് എന്നാണ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഹൈറ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. ഈ പോയിന്റ് ഞാൻ എം എന്ന് കൊടുത്തു. അടുത്ത ട്രയാങ്കിളും അങ്ങനെ വരച്ചു. ഇവിടെ ക്യു ആറിലെ പോയിന്റ് എൻ എന്ന് കൊടുത്തു. ഇത് പെർപെൻഡിക്കുലർ ആണെന്ന് പറയുമ്പോൾ നമുക്കറിയാം 90 ഡിഗ്രി ആണ് അല്ലേ, 90 ഡിഗ്രി. ഓക്കെ, അപ്പം നമുക്ക് ഏരിയ ഓഫ് എ ബി സി എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റും, ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് ഏതാ, ബി സി ഇൻറ്റു എച്ച്, ഹൈറ്റ് എത്രയാ, എ എം അല്ലേ. ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ എ എം ആണ്. ഓക്കെ, അപ്പം ഞാൻ ട്രയാങ്കിള് ഒരു പ്രാവശ്യം കൂടി വരച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഏരിയ എഴുതാം. ഏരിയ ഓഫ് എന്താ, എ ബി സി. ഫസ്റ്റ് എ ബി സിയുടെ ഏരിയ, എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ത് വരും, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നല്ലേ, ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്, അതല്ലേ ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ബേസ് എന്ന് പറയുന്നത് ബി സി ആണ്. ഹാഫ് ഇൻറ്റു ബി സി ഇൻറ്റു ഹൈറ്റ് എന്ത് വരും, എ എം അല്ലേ. ഓക്കെ, ദെൻ അടുത്തത് ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു, ഇവിടെ ബേസ് ഏതാ, ക്യു ആർ ആണ്, ക്യു ആർ ഇൻറ്റു ഹൈറ്റ് ഏതാ, പി എൻ. ഓക്കെ, ദെൻ ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഏരിയ ഓഫ് എ ബി സി ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് പി ക്യു ആർ അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു, രണ്ടും ഡിവൈഡ് ചെയ്യണം അല്ലേ, ഹാഫ് ഇൻറ്റു ബി സി ഇൻറ്റു എ എം
ഡിവൈഡഡ് ബൈ ഹാഫ് ഇൻറ്റു ക്യു ആർ ഇൻറ്റു പി എൻ. ഓക്കെ, ഹാഫും കട്ട് ചെയ്ത് കളയാം അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു ബി സി ഇൻറ്റു എ എം ഡിവൈഡഡ് ബൈ ക്യു ആർ ഇൻറ്റു പി എൻ. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. പക്ഷെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? പ്രൂവ് ചെയ്യേണ്ടത് ഇവിടെ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോയുടെ സ്ക്വയർ ആണെന്നാണ്. ഏരിയ ഓഫ് ദ സിമിലർ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞ റേഷ്യോ ഓഫ് ഏരിയ ഓഫ് ടു സിമിലർ ട്രയാങ്കിൾ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോയുടെ സ്ക്വയർ ആണ്. ഇവിടെ കറസ്പോണ്ടിങ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബി സിയും ക്യു ആറുമാണ്. ഈ രണ്ട് ട്രയാങ്കിളിൽ ഈ കേസിൽ കറസ്പോണ്ടിങ് സൈഡ്സ് എന്ന് പറയുന്നത് ബി സിയും ക്യു ആറുമാണ്. അപ്പോൾ ബി സി ബൈ ക്യു ആർ ഓൾ സ്ക്വയർ വരണം അല്ലേ. ഇവിടെ വന്നിരിക്കുന്നത് ഏതാ? എ എം ബൈ പി എന്ന. അപ്പം ഇവിടെ എന്ത് വന്നാലാണ് ബി സി ബൈ ക്യു ആർ ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞത്? ഈ എ എം മാറിയിട്ട് ബി സി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പി എൻ മാറിയിട്ട് ക്യു ആർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എഴുതാൻ പാടില്ലേ, ബി സി ബൈ ക്യു ആർ ഓൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും അല്ലേ. അപ്പം ഈ ടേംസ് അങ്ങ് മാറണം അല്ലേ. സ്ക്വയർ വരണമെങ്കിൽ ഈ ടേംസ് മാറിയിട്ട് ഇതേ ടേംസ് തന്നെ ഇവിടെ വരണം, എന്നാലല്ലേ നമുക്ക് സ്ക്വയർ എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് എന്താ വരണ്ടേന്ന് ഞാൻ വരേണ്ടത് ഈ ബ്രാക്കറ്റിലൊന്ന് എഴുതാം. ബി സി ബൈ ക്യു ആർ ഓൾ സ്ക്വയർ, ഇതാണ് നമുക്ക് വരേണ്ടത്. ഇത് വരണമെങ്കിൽ ഈ ടേം ഒന്ന് മാറണം. എ എം ബൈ പി എന്നുള്ളത് ബി സി ബൈ ക്യു ആർ ആയിരിക്കണം. അപ്പം ഇത് എ എം ഈക്വൽ ടു ബി സിയും വരണം, പി എൻ ഈക്വൽ ടു ക്യു ആറും വരണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ട്രയാങ്കിൾ, അതായത് ഇപ്പം നമുക്ക് വന്നിരിക്കുന്നത് എമ്മും അതുപോലെ തന്നെ എന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ട്രയാങ്കിൾ നോക്കിക്കേ. എ ബി എം അതുപോലെ തന്നെ പി ക്യു എൻ, കറക്റ്റ് ഓർഡറിൽ പറയുക, എ ബി എം പി ക്യു എൻ. അപ്പോൾ നമുക്ക് ആ രണ്ട് ട്രയാങ്കിൾ എടുക്കാം. ഇൻ ട്രയാങ്കിൾ എ ബി എം ആൻഡ് ട്രയാങ്കിൾ പി ക്യു എൻ. എന്തിനാ അതെടുത്തത്? നമുക്ക് ഈ സൈഡ് മാറ്റണം അല്ലേ. എ എം ബൈ പി എൻ എന്നുള്ളത് ബി സി ബൈ ക്യു ആർ എന്നാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ എ എമ്മും പി എന്നും വരുന്ന ട്രയാങ്കിൾ, രണ്ട് ട്രയാങ്കിൾ എടുക്കുവാണ്. എ എം ട്രയാങ്കിൾ എ ബി എം ആൻഡ് ട്രയാങ്കിൾ പി ക്യു എൻ. രണ്ട് ട്രയാങ്കിൾ ഫസ്റ്റ് എടുത്തു. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിളിൽ നോക്കിക്കേ, ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ അല്ലേ. ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ. കാരണം എന്താ? ഈ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളും പി ക്യു ആർ എന്ന് പറയുന്ന ഈ വലിയ ട്രയാങ്കിളും സിമിലർ ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം സിമിലർ ആണെങ്കിൽ നമുക്ക് പറയാം കറസ്പോണ്ടിങ് ആംഗിൾസ് എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പം ഇതിൻ്റെ കാരണം എന്താ? ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ അല്ലേ. വേണമെങ്കിൽ ഒരു കാരണം കൂടി എഴുതാം. രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഏതാ അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആണ് അല്ലേ. ബിയും ക്യൂ എന്ന് പറയുന്നത് ഈ രണ്ട് വലിയ ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. അതുകൊണ്ടാണ് ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു ആംഗിള് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ആംഗിളും കൂടി ഈക്വൽ ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാം അല്ലേ. അപ്പം നമ്മൾ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ ആണെന്ന് എഴുതി. കാരണം എന്താ? എ ബി സി എന്ന് പറയുന്ന ഈ വലിയ ട്രയാങ്കിളും പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിളും സിമിലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സിമിലർ ആണെങ്കിൽ നമുക്കറിയാം എന്താ? കറസ്പോണ്ടിങ് ആംഗിൾ എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ എന്ന് എഴുതിയത്. ഇനി അടുത്തത് ആംഗിൾ എം ഈക്വൽ ടു ആംഗിൾ എൻ. എന്തായിരിക്കും കാരണം? കാരണം ബോത്ത് ആർ 90 ഡിഗ്രി അല്ലേ. പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ ലൈൻ വരച്ചു, അത് എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. ബോത്ത് ആർ 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ രണ്ട് ആംഗിൾ ഈക്വൽ ആയിട്ട് കിട്ടി. ഏത് ട്രയാങ്കിളിൽ? എ ബി എം എന്ന് പറഞ്ഞ ട്രയാങ്കിളിലും അതുപോലെ തന്നെ പി ക്യു എന്ന് പറഞ്ഞ ട്രയാങ്കിളും. അപ്പോൾ രണ്ട് ട്രയാങ്കിളിൽ രണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ ബൈ
ഏത് സിമിലാരിറ്റി ക്രൈറ്റീരിയ വെച്ചിട്ട്? എ സിമിലാരിറ്റി ക്രൈറ്റീരിയ. ബൈ എ സിമിലാരിറ്റി ക്രൈറ്റീരിയ വി നോ ദാറ്റ് ഏതാ ട്രയാങ്കിൾ എ ബി എം സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു എൻ എന്ന് എഴുതാം അല്ലേ? രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് എഴുതാൻ പറ്റും. ഇനി സിമിലർ ആണെങ്കിൽ നമുക്കറിയാം എന്താണ്, സിമിലർ ആയിട്ടുള്ള ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ സെയിം റേഷ്യോ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് ട്രയാങ്കിൾ എടുത്തത്. ഇവിടെ നമുക്ക് ബൈ എ സിമിലാരിറ്റി ക്രൈറ്റീരിയ അനുസരിച്ച് രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പം നമ്മൾ തൊട്ട് മുമ്പ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുകയാണേ. കാരണം എ എം ബൈ പി എന്നുള്ളത് നമുക്ക് മാറ്റേണ്ടതാണ് അല്ലേ? അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് കിട്ടി. സിമിലർ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് എങ്ങനെയായിരിക്കും? സെയിം റേഷ്യോയിലായിരിക്കും. ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ കാര്യമാണ് പറഞ്ഞത്. എ ബി എം എന്ന് പറഞ്ഞ ട്രയാങ്കിളും പി ക്യു എന്നും അത് രണ്ടും നമുക്ക് സിമിലർ ആണെന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് എങ്ങനെ എഴുതാം? എ ബി ബൈ പി ക്യു ഈക്വൽ ടു ഏതായിരിക്കും? എ എം ബൈ പി എൻ. ഇങ്ങനെ എഴുതാലോ. കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ സെയിം റേഷ്യോ. എ ബി എം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? എ ബി എം വേണമെങ്കിൽ അതൊന്ന് എഴുതാം. എ ബി എം സിമിലർ ടു പി ക്യു എൻ അല്ലേ? അതല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എ ബി ബൈ പി ക്യു ഈക്വൽ ടു എ എം ബൈ പി എൻ അല്ലേ? കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ സെയിം റേഷ്യോ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ ഒന്നുകൂടി എഴുതുവാണ്. എ എം ബൈ പി എൻ ഈക്വൽ ടു, തിരിച്ചെഴുതുവാണേ, രണ്ട് സൈഡ് ഈക്വൽ ആയത് കാരണം എ എം ബൈ പി എൻ ഈക്വൽ ടു എ ബി ബൈ പി ക്യു എന്ന് എഴുതാമല്ലോ. ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുകയാണ്. കാരണം നമുക്ക് എ എം ബൈ പി എൻ എന്ന് പറയുന്നത് ഇക്വേറ്റ് ചെയ്യാനുണ്ട് അല്ലേ? ഇനി നമ്മൾ നോക്കുകയാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ട്രയാങ്കിൾ എടുത്തേ? ഈ എ എം ബൈ പി എന്നുള്ളത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് എ ബി ബൈ പി ക്യു എന്നാണ് അല്ലേ? നമുക്ക് വേണ്ടത് എന്താ? ബി സി ബൈ ക്യു ആർ എന്ന് പറഞ്ഞു. എ എം ബൈ പി എന്നുള്ളത് ബി സി ബൈ ക്യു ആർ എന്നായാൽ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ എഴുതാൻ പറ്റും, പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് അത് ആയിട്ടില്ല, എത്തിയിട്ടില്ല. അപ്പം നമ്മൾ വീണ്ടും ചെയ്യുവാണ്. നമ്മളോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ബിഗർ ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരിക്കൽ കൂടി എഴുതുവാണ്. ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ പി ക്യു എന്നോ പി ക്യു ആറെന്നോ എല്ലാം ഏതെങ്കിലും ആയിരിക്കും എടുത്തിരിക്കുന്നത്. ഞാനിവിടെ പി ക്യു ആർ എന്നാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ രണ്ട് എ ബി സി എന്ന് പറയുന്നതും പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിളും സിമിലർ ആണ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് എഴുതുവാണ്. ഗിവൺ എന്ന് എഴുതി. ഇനി നമുക്കറിയാം ഇത് സിമിലർ ആണെങ്കിൽ കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ സെയിം റേഷ്യോ. അതായത് എ ബി ബൈ പി ക്യു ഈക്വൽ ടു എ ബി ബൈ പി ക്യു ഈക്വൽ ടു ഏതായിരിക്കും? എ ബി ബൈ പി ക്യു ഈക്വൽ ടു, ഇനി അടുത്ത കറസ്പോണ്ടിങ് സൈഡ് ഏതാ? എ ബി ബൈ പി ക്യു ഈക്വൽ ടു ബി സി ആണ് എടുക്കണമെങ്കിൽ ബി സി ബൈ ക്യു ആർ അല്ലേ? ബി സി ബൈ ക്യു ആർ ദെൻ വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി അടുത്തത് ഏതാ? സി എ, തിരിച്ചെടുത്ത സി എ ബൈ ആർ പി, സി എ ബൈ ആർ പി. അതായത് കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കും രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ. അതാണ് ഞാൻ എഴുതി വച്ചിരിക്കുന്നത്. ഓക്കെ, കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് സിമിലർ ട്രയാങ്കിൾ വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതാട്ടോ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഓൾറെഡി ഗിവൺ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ ഇതായിരിക്കും കണ്ടീഷൻ അല്ലേ? ഇനി അത് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുവാണ്. ഇക്വേഷൻ നമ്പർ 3. ഇനി നമുക്ക് ഏറ്റവും ഫസ്റ്റ് വന്നിരിക്കുന്ന ഇക്വേഷൻ ഒന്നും കൂടി എഴുതാം. ഫസ്റ്റ് ഇക്വേഷൻ ഏതായിരുന്നു? ഏരിയ ഓഫ് എ ബി സി ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് പി ക്യു ആർ. ഇതായിരുന്നു
ഫസ്റ്റ് നമ്മൾ ഇക്വേഷനായിട്ട് എഴുതി വിച്ച് ഈസ് ഈക്വൽ ടു എന്താ ബി സി ഇൻറ്റു എ എം ഡിവൈഡഡ് ബൈ ക്യു ആർ ഇൻറ്റു പി എൻ. ഇതായിരുന്നില്ല ഇക്വേഷൻ, നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി ഇവിടെ എ എം ബൈ പി എൻ മാറ്റണം. അപ്പോൾ തേർഡ് ഇക്വേഷനിൽ നമ്മൾ നോക്കിക്കേ, തേർഡ് ഇക്വേഷനിൽ നമ്മൾ കണ്ടു ഇവിടെ സി പി ബൈ ആർ പി വിച്ച് ഈസ് ഈക്വൽ ടു ബി സി ബൈ ക്യു ആർ, അതുപോലെ തന്നെ എ ബി ബൈ പി ക്യു എന്ന് കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്കറിയാം എ എം ബൈ പി എന്ന് പറയണത് എന്താ, എ എം ബൈ പി എന്ന് പറയണത് എ ബി ബൈ പി ക്യു ആണ് അല്ലേ. ഈ എ ബി ബൈ പി ക്യു എന്ന് പറയണതും എന്തിനോട് ഈക്വൽ ആണ്, പി സി ബൈ ക്യു ആറിനോട് ഈക്വൽ ആണ് അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു ബി സി ബൈ ക്യു ആർ ഇൻറ്റു ബി സി ബൈ ക്യു ആർ എന്ന് എടുക്കാം അല്ലേ. ഏതിൽ നിന്നാ, ഫ്രം 1 and 3 അല്ലേ. 1ൽ നിന്നും 3ൽ നിന്നും നമുക്ക് ഇങ്ങനൊരു കണ്ടീഷൻ കിട്ടും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് എ എം ബൈ പി എന്ന് പറയുന്നത് നമ്മൾ സെക്കൻഡ് ഇക്വേഷനിൽ എഴുതിയിട്ടുണ്ട് എ ബി ബൈ പി ക്യു ആണ്. ഇനി തേർഡ് ഇക്വേഷനിൽ കണ്ടു എ ബി ബൈ പി ക്യു എന്ന് പറയുന്നത് നമുക്കിവിടെ ബി സി ബൈ ക്യു ആർ എന്ന് കൊടുക്കാമല്ലോ. അപ്പോൾ എ എം ബൈ പി എന്നെ ഞാൻ വീണ്ടും എന്തെന്ന് കൊടുക്കുകയാണ്, ബി സി ബൈ ക്യു ആർ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടി, ബി സി ബൈ ക്യു ആർ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി അല്ലേ. കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ എങ്ങനെയാണ്, കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോയുടെ സ്ക്വയർ ആണെന്ന് കിട്ടി. ഏരിയ രണ്ട് ട്രയാങ്കിളിന് സിമിലർ ആയിട്ടുള്ള രണ്ട് ട്രയാങ്കിൾ എടുത്താൽ അതിൻ്റെ ഏരിയയുടെ റേഷ്യോ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോയുടെ സ്ക്വയർ ആണെന്ന് കിട്ടി. അതുപോലെ തന്നെ നമുക്ക് എല്ലാ കേസും എല്ലാത്തിൻ്റെയും അങ്ങനെ തന്നെ എഴുതാലോ. അതായത് therefore using 3, അതായത് ഇക്വേഷൻ നമ്പർ 3 യൂസ് ചെയ്ത് നമുക്ക് ലാസ്റ്റ് എന്തെന്ന് കിട്ടും, ഏരിയ ഓഫ് എ ബി സി ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് പി ക്യു ആർ ഈക്വൽ ടു എ ബി ബൈ പി ക്യു ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ബി സി ബൈ ക്യു ആർ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു സി എ ബൈ ആർ പി ഹോൾ സ്ക്വയർ. അതായത് കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോയുടെ സ്ക്വയറിനോട് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇത് ലാസ്റ്റ് കിട്ടിയത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് അവിടെ ഇക്വേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഏരിയ ഓഫ് എ ബി സി ഡിവൈഡ് ബൈ ഏരിയ ഓഫ് പി ക്യു ആർ എന്ന് പറയണത് എന്താ, ബി സി ഇൻറ്റു എ എം ബൈ ക്യു ആർ ഇൻറ്റു പി എൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എ എം ബൈ പി എന്ന് പറഞ്ഞത് എന്തിനോട് ഈക്വലാ, എ ബി ബൈ പി ക്യുവിനോട് ഈക്വലാ. ഈ എ ബി ബൈ പി ക്യു എന്ന് പറയുന്നത് ബി സി ബൈ ക്യു ആറിനോടും അതുപോലെ തന്നെ സി എ ബൈ ആർ പിന്നോടും ഈക്വലാണ്. അപ്പം നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ 3 യൂസ് ചെയ്തിട്ട് എന്ത് കൊടുക്കാം, ഇതിനെല്ലാം അതായത് ബി സിക്ക് പകരമായിട്ട് ബി സി ബൈ ക്യു ആറിന് പകരമായിട്ട് നമ്മൾ സി എ ബൈ ആർ പി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സി എ ബൈ ആർ പി ഇൻറ്റു സി എ ബൈ ആർ പി കിട്ടും. അപ്പോൾ സി എ ബൈ ആർ പി ഹോൾ സ്ക്വയർ കിട്ടും. അതുപോലെ നമ്മൾ ബി സി ബൈ ക്യു ആറിന് പകരമായിട്ട് എ ബി ബൈ പി ക്യു എന്ന് എഴുതാം. അപ്പോൾ എ ബി ബൈ പി ക്യു ഇൻറ്റു എ ബി ബൈ പി ക്യു ഡിവൈഡഡ് ബൈ എ ബി ബൈ എ ബി ഇൻറ്റു പി ക്യു എ ബി ഇൻറ്റു പി ക്യു എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്ക്വയർ ആയിട്ട് കിട്ടും. ഓക്കെ, അങ്ങനെ ജസ്റ്റ് യൂസ് ചെയ്താൽ മതി. തേർഡ് ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലം ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ 9 ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. ഇൻ ഫിഗർ 6.43 ദ ലൈൻ സെഗ്മെൻറ്റ് XY ഈസ് പാരലൽ ടു സൈഡ് AC of triangle ABC and it divides the triangle into two parts of equal areas. Find the ratio AX by AB. ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. 6.43 എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിലെ ഫിഗറാണ് ഇത്. ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിള്, ഈ ABCയിൽ XY എന്ന് പറയുന്ന ഒരു ലൈൻ സെഗ്മെൻറ്റ് പാരലൽ ടു AC എന്ന് പറയുന്നത് ഒരു സൈഡിനോട്, അതായത് ട്രയാങ്കിൾ ABCയിലെ ഒരു സൈഡാണ് AC എന്ന് പറയുന്നത്. ഇവിടെ ഒരു XY എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റ് AC-നോട് പാരലൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് ആൻഡ് ഇറ്റ് ഡിവൈഡ്സ് ദ ട്രയാങ്കിൾ ഇൻറ്റു 2 പാർട്സ്. ഈ ട്രയാങ്കിൾ 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ചെറിയ ട്രയാങ്കിളും പിന്നെ അടുത്ത ഒരു ഭാഗവും അല്ലേ, ഇത് രണ്ടും 2 ഈക്വൽ പാർട്സ് ആണെന്നാണ് പറഞ്ഞത്. 2 ഈക്വൽ ഏരിയാസ്.
ഇതിൻ്റെ രണ്ടിൻ്റെയും ഏരിയ എങ്ങനെയാണെന്ന് പറയണത്, ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ റേഷ്യോ എ എക്സ് ബൈ എ ബി. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എ എക്സ് ബൈ എ ബി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതാം. തന്നിരിക്കുന്നത് ഇവിടെ ലൈൻ സെഗ്മെൻറ്റ് എക്സ് വൈ പാരലൽ ടു സൈഡ് എ സി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് ഫസ്റ്റ് അത് എഴുതാം. എക്സ് വൈ പാരലൽ ടു എ സി ബ്രാക്കറ്റിൽ, കാരണം എന്തെന്ന് എഴുതാം, ഗിവൺ തന്നിട്ടുണ്ട് അല്ലേ, ഗിവൺ എന്ന് എഴുതുവാണ്. ഇനി നമുക്ക് നോക്കാം എക്സ് വൈ പാരലൽ ടു എ സി. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് എ എക്സ് ബൈ എ ബി കണ്ടുപിടിക്കാനാണ് അല്ലേ. അപ്പം നമുക്ക് രണ്ട് ലൈൻ പാരലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ് ആണ്. അപ്പം ഈ രണ്ട് ട്രയാങ്കിൾ, ഇവിടെ ഒരു ചെറിയ ട്രയാങ്കിളും ഉണ്ടായിട്ടുണ്ട്, ഒരു വലിയ ട്രയാങ്കിളും ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഈ ട്രയാങ്കിൾ സിമിലർ ആവാനുള്ള എന്തെങ്കിലും കണ്ടീഷൻ നമ്മുടെ കയ്യിലുണ്ടോ എന്ന് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് എക്സ് വൈ പാരലൽ ടു എ സി എന്നാണ്. അപ്പം നോക്കിക്കേ, ഈ ചെറിയ ട്രയാങ്കിളും വലിയ ട്രയാങ്കിളും എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിള്, അതുപോലെ തന്നെ ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിളും വലിയ ട്രയാങ്കിളിൻ്റെ ആംഗിളും കറസ്പോണ്ടിങ് ആംഗിൾ അല്ലേ. കറസ്പോണ്ടിങ് ആംഗിൾ ആവുമ്പോൾ അതെന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും അല്ലേ. കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആണ്. ഓക്കെ. അതുപോലെ തന്നെ ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ അടുത്ത ആംഗിൾ വൈ എന്ന് പറയുന്നത്, അതായത് ബി വൈ എക്സും അതുപോലെ തന്നെ സി എന്ന് പറയുന്ന ആംഗിളും എങ്ങനെയായിരിക്കും, കറസ്പോണ്ടിങ് ആംഗിളാണ്. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടും അല്ലേ. അപ്പം നമുക്കത് എഴുതാം. ആംഗിൾ ബി എക്സ് വൈ ഈ ആംഗിൾ എന്തിനോട് ഈക്വൽ ആയിരിക്കും, ആംഗിൾ എനോട് ഈക്വൽ ആയിരിക്കും. അതായത് കറസ്പോണ്ടിങ് ആംഗിൾ ആണ് അല്ലേ. ഇത് രണ്ട് പാരലൽ ലൈൻസ് ആണ്, ഇത് രണ്ടും കറസ്പോണ്ടിങ് ആംഗിൾ ആയിട്ട് കിട്ടും ഈ ചെറിയ ട്രയാങ്കിളും വലിയ ട്രയാങ്കിളും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ ആൻഡ് ഇനി ഈ ട്രയാങ്കിളിൽ വേറെയും കറസ്പോണ്ടിങ് ആംഗിൾ ഉണ്ടല്ലോ, ബി വൈ എക്സ്, ആംഗിൾ ബി വൈ എക്സ് ഈക്വൽ ടു ആംഗിൾ സി അല്ലേ, ആംഗിൾ സി. അപ്പം നമ്മൾ ബ്രാക്കറ്റിൽ അതിൻ്റെ കാരണം കൂടി എഴുതണം. കാരണം എന്തായിരുന്നു, കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് എഴുതുന്നേ, കറസ്പോണ്ടിങ് ആംഗിൾ. അപ്പം എനിക്കിവിടെ രണ്ട് ആംഗിള് ഈക്വലായിട്ട് കിട്ടി അല്ലേ, കറസ്പോണ്ടിങ് ആംഗിള് ഈക്വലായിട്ട് കിട്ടി. അങ്ങനെയാണ് എങ്കിൽ ഈ രണ്ട് ട്രയാങ്കിള് സിമിലർ ആണെന്ന് പറയാൻ പറ്റില്ലേ. കറസ്പോണ്ടിങ് ആംഗിള് ഈക്വൽ ആണ് എങ്കിൽ നമുക്ക് രണ്ട് ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾ അല്ലേ, ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ ആംഗിളാണ് ആംഗിൾ എക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വലിയ ട്രയാങ്കിളിൻ്റെ ആംഗിളാണ് ആംഗിൾ എ. അപ്പോൾ ആംഗിൾ എക്സ് ഈക്വൽ ടു ആംഗിൾ എ ആണ്. അതുപോലെ തന്നെ ആംഗിൾ വൈ ഈക്വൽ ടു ആംഗിൾ സി ആണ്. അപ്പോൾ രണ്ട് ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വലായിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ രണ്ട് ആംഗിളാണ് ഈക്വലായിട്ട് കിട്ടുന്നത്. അപ്പോൾ ബൈ എ ക്രൈറ്റീരിയ, എ സിമിലാരിറ്റി ക്രൈറ്റീരിയ നമുക്ക് പറയാം ചെറിയ ട്രയാങ്കിളും വലിയ ട്രയാങ്കിളും സിമിലർ ആണെന്ന് പറയാം അല്ലേ. അപ്പോൾ ദെർഫോർ ഞാൻ എഴുതുവാണ് ബൈ എ സിമിലാരിറ്റി ക്രൈറ്റീരിയ ട്രയാങ്കിൾ. ഇനി ഇതിൻ്റെ ഓർഡർ കറക്റ്റായിട്ട് എഴുതണേ. ഞാൻ ഫസ്റ്റ് ട്രയാങ്കിൾ എ ബി സി എന്ന് കൊടുക്കുകയാണ് കേട്ടോ. ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ. ഇനി ഓർഡർ കറക്റ്റായിട്ട് എഴുതണം. എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ഇവിടെ ഏതാണെന്ന് പറഞ്ഞിരിക്കുന്നത്, എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ചെറിയ ആംഗിൾ ഏത് വരും, ആംഗിൾ എ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് വൈ ആണോ അതോ എക്സ് ആണോ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്, എക്സ് അല്ലേ. എക്ക് കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയിരിക്കുന്നത് എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് എക്സ് ആണ്. അപ്പം നമുക്ക് എഴുതാം ട്രയാങ്കിൾ എക്സ്. ദെൻ അടുത്തത് നോക്കിക്കേ, സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് നമ്മൾ പറഞ്ഞു ആംഗിൾ വൈ ആണ് അല്ലേ. സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആംഗിൾ വൈ വരുന്നുണ്ട്. അപ്പോൾ സിയുടെ സ്ഥാനത്ത് ഞാനിവിടെ വൈ എഴുതി. ഇനി ബാക്കി എന്തോ കൂടി ഉള്ളൂ, ഇനി
എക്സ് അത് കഴിഞ്ഞിട്ട് എന്തായാലും ഇനി ബി മാത്രമേ ഉള്ളൂ അല്ലേ, ബി ആയിട്ട് കോമൺ ആയിട്ട് വന്നതാണ്. അപ്പോൾ എക്സ് ബി വൈ ട്രയാങ്കിൾ എക്സ് ബി വൈ. അപ്പോൾ ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ എക്സ് ബി വൈ എന്ന് കിട്ടും. അപ്പോൾ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് കിട്ടിയല്ലോ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത്, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റേഷ്യോ കാണാനാണ് അല്ലേ, എ എക്സ് ബൈ എ ബി. ഇനി ഈ റേഷ്യോയും ഏരിയ ആയിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? നമ്മളൊരു തിയറം 6.6 പഠിച്ചായിരുന്നു. രണ്ട് ട്രയാങ്കിളിൻ്റെ സിമിലർ ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ റിലേഷൻ, ഒരു ഏരിയ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്ന് പഠിച്ചായിരുന്നു. രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണ് എങ്കിൽ, അതായത് ഇവിടെ ഈ ചെറിയ ട്രയാങ്കിളും ഈ വലിയ ട്രയാങ്കിളും അത് രണ്ടും സിമിലർ ആണെന്ന് നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണ് എങ്കിൽ അതിൻ്റെ ഏരിയയുടെ റേഷ്യോ, അതായത് ratio of the area of two similar triangle is equal to the square of the ratio of their corresponding sides. അതായത് അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡിൻ്റെ റേഷ്യോയുടെ സ്ക്വയറിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, തിയറം 6.6 കിടക്കുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്ന് എഴുതാലോ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി, ഏരിയ ഓഫ് എ ബി സി എന്ന് എഴുതിയാൽ മതി. ഏരിയ ഓഫ് എ ബി സി ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് എക്സ് ബി വൈ ഈക്വൽ ടു ഏരിയ ഓഫ് എ ബി സി ബൈ ഏരിയ ഓഫ് എക്സ് ബി വൈ ഈക്വൽ ടു, ഇതിനെങ്ങനെ എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ്, അതായത് കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോയുടെ സ്ക്വയറിനോട് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഏരിയ ഓഫ് ടു സിമിലർ ട്രയാങ്കിളിൻ്റെ റേഷ്യോ ഓഫ് ഏരിയ ഓഫ് ടു സിമിലർ ട്രയാങ്കിൾ, ഇതാണ് രണ്ട് സിമിലർ ട്രയാങ്കിൾ. ഇതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ എന്ത് വരും, ഏരിയ ഓഫ് എ ബി സിയും ഏരിയ ഓഫ് എക്സ് ബി വൈയും, അതിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ ഡിവൈഡ് ചെയ്യണതിനെയാണ് റേഷ്യോ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ റേഷ്യോ ഓഫ് ഏരിയ ഓഫ് ടു സിമിലർ ട്രയാങ്കിൾ, അപ്പോൾ റേഷ്യോ ഓഫ് ഏരിയ ഓഫ് ടു സിമിലർ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് എ ബി സി ഡിവൈഡ് ബൈ ഏരിയ ഓഫ് എക്സ് ബി വൈ വിച്ച് ഈസ് ഈക്വൽ ടു, എന്തിനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞത്, കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോയുടെ സ്ക്വയറിനോട്. കറസ്പോണ്ടിങ് സൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എ ബിയുടെ കറസ്പോണ്ടിങ് സൈഡ് ഏതാണ്, എ ബി ബൈ എക്സ് ബി അല്ലേ. കറസ്പോണ്ടിങ് സൈഡിൻ്റെ റേഷ്യോ അതിൻ്റെ സ്ക്വയറിനോട് ഈക്വൽ ആണെന്ന് പറയണേ അല്ലേ. സ്ക്വയർ ഓഫ് റേഷ്യോ ഓഫ് കറസ്പോണ്ടിങ് സൈഡ് എന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇത് എന്താ ബ്രാക്കറ്റിൽ കാരണം എഴുതണം, കാരണം എന്താ, തിയറം 6.6 പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ തിയറം 6.6 എന്ന് എഴുതുവാണ്, ഇങ്ങനെ എഴുതരുത്. ഇവിടെ 6.6 എന്താന്ന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് 6.6 വലുതാണ്, അതുകൊണ്ടാണ് ഞാൻ എഴുതാത്തത്. ദ റേഷ്യോ ഓഫ് ഏരിയ ഓഫ് ടു സിമിലർ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ദ സ്ക്വയർ ഓഫ് ദ റേഷ്യോ ഓഫ് ദർ കറസ്പോണ്ടിങ് സൈഡ്സ് എന്ന് മൊത്തം എഴുതണം. ഓക്കെ, ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുവാണ്. ഇനി ഞാൻ ആ ഇക്വേഷൻ നമ്പർ 1 ഒന്ന് എടുത്ത് എഴുതുവാണ്. ഏരിയ ഓഫ് എ ബി സി ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് എക്സ് ബി വൈ ഈക്വൽ ടു എ ബി ബൈ എക്സ് ബി ഹോൾ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 1 ആണ്, ഞാൻ ഒന്നും കൂടി എടുത്ത് എഴുതിയെന്നുള്ളൂ. ഇത് തിയറം 6.6 അനുസരിച്ചാണ്, ഞാൻ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പേപ്പറിൽ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ എക്സ് ബൈ എ ബി ആണ്. എ എക്സ് ബൈ എ ബി, ഇവിടെ നമുക്ക് എ ബി ബൈ എക്സ് ബി ഹോൾ സ്ക്വയർ വന്നിട്ടുണ്ട്, പക്ഷേ എ എക്സ് ബൈ എ ബി ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഇനി ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഒരു ക്ലൂവും കൂടി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇനി പറഞ്ഞിട്ടുള്ളത് ഈ ട്രയാങ്കിൾ, ഈ വലിയ ട്രയാങ്കിൾ ഡിവൈഡ് ചെയ്യുന്ന ലൈൻ സെഗ്മെൻ്റ് ആണ് എക്സ് വൈ എന്ന് പറയുന്നത്. ഈ എക്സ് വൈ എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെൻറ്റ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് രണ്ടും ഈക്വൽ പാർട്സ് ആവുന്ന പറഞ്ഞിരിക്കുന്നത്, അതായത് രണ്ട് പാർട്സ് ആവുന്നുണ്ട്, അല്ലേ, 2 പാർട്സ് ഓഫ് ഈക്വൽ ഏരിയ. ഈ രണ്ട് പാർട്സിൻ്റെയും ഏരിയ എങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്, ഈക്വൽ ആയിരിക്കും. അതായത് ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ തന്നെയായിരിക്കും ഈ ഒരു ഭാഗത്തിൻ്റെ ഏരിയ. അപ്പം ഞാനിവിടെ ഏരിയ ഓഫ്
എക്സ് ബി വൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് ഏരിയ ഓഫ് എക്സ് ബി വൈ. അത് തന്നെയായിരിക്കുമല്ലോ ഈ ഒരു ഭാഗത്തിൻ്റെയും ഏരിയ ഓഫ് എക്സ് ബി വൈ അല്ലേ? അതിവിടെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ രണ്ടിനും ഏരിയ ഈക്വൽ ആണെന്ന് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ രണ്ട് ഏരിയയും കൂടി ആഡ് ചെയ്യണതല്ലേ. അപ്പോൾ ഏരിയ ഓഫ് എ ബി സി ഈക്വൽ ടു 2 ഇൻറ്റു ഏരിയ ഓഫ് എക്സ് ബി വൈ എന്ന് എഴുതാമല്ലോ. കാരണം രണ്ട് ഏരിയയും കൂടി ആഡ് ചെയ്യുമ്പോൾ 1+1 എന്ന് പറയുന്നത് 2 ആണ്. അതായത് ഒരു ഏരിയ ഓഫ് എക്സ് ബി വൈയും വീണ്ടും ഒരെണ്ണം കൂടി ആഡ് ചെയ്തു. അപ്പോൾ 2 ഇൻറ്റു ഏരിയ ഓഫ് എക്സ് ബി വൈ എന്ന് വരും ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഇനി എഴുതാൻ പോവാണ്. ഏരിയ ഓഫ് എ ബി സി, ഇതാണ് എ ബി സി എന്ന് പറയുന്നതാണ് വലിയ ട്രയാങ്കിൾ. അപ്പം വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഏരിയ ഓഫ് എക്സ് ബി വൈ എന്ന് കൊടുക്കാം. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. രണ്ട് പാർട്സിൻ്റെയും ഏരിയ ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ രണ്ടും ഏരിയ ഓഫ് എക്സ് ബി വൈ എന്ന് കൊടുത്തത്. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 2 ഇൻറ്റു ഏരിയ ഓഫ് എക്സ് ബി വൈ എന്ന് കിട്ടും. ഓക്കെ, ഇനി വീണ്ടും ഞാൻ ഈ ഇക്വേഷൻ തന്നെ ഒന്ന് എഴുതുവാണ്. ഏരിയ ഓഫ് എ ബി സി ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് എക്സ് ബി വൈ ഈക്വൽ ടു ഏരിയ ഓഫ് എ ബി സി എന്ന് പറഞ്ഞത് ഞാനിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 2 ഇൻറ്റു ഏരിയ ഓഫ് എക്സ് ബി വൈ ആണ്, ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് എക്സ് ബി വൈ. എനിക്ക് ഒരെണ്ണം ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ? ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഒരെണ്ണം കട്ട് ചെയ്ത് കളയാം. ഇനി ബാലൻസ് എന്തുണ്ട്? ഇവിടെ ഞാൻ ഒരു ഏരിയ ഓഫ് എക്സ് ബി വൈ കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ ചെന്ന് എനിക്ക് 2/1 ഉണ്ട്. ഇതും കട്ട് ചെയ്ത് കളഞ്ഞു. ബാലൻസ് എന്താ? 2/1. ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുവാണേ. ഇനി ഫ്രം 1 ആൻഡ് 2, 1ൽ നിന്നും 2ൽ നിന്നും നമുക്ക് ഒരു കണ്ടീഷനും കൂടി കിട്ടും. ഫ്രം 1 ആൻഡ് 2 നോക്കിക്കേ, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് രണ്ടും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് റൈറ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്യാമല്ലോ. എ ബി ബൈ എക്സ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2/1. ദാറ്റ് ഇംപ്ലൈസ് ഈ സ്ക്വയർ ഞാൻ അങ്ങ് കളയുവാണ്. സ്ക്വയർ കളയുമ്പോൾ സ്ക്വയർ റൂട്ട് എടുക്കുവാണ്. അപ്പോൾ ഞാൻ അത് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ എ ബി ബൈ എക്സ് ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 2/1. 1ൻ്റെ റൂട്ട് എന്താ? 1 തന്നെയാണ്. 2ൻ്റെ റൂട്ട് √2 എന്ന് എഴുതുവാണ്. വിച്ച് ഈസ് ഈക്വൽ ടു √2/1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എ ബി ബൈ എക്സ് ബി ഈക്വൽ ടു √2/1. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ എക്സ് ബൈ എ ബി. ഇവിടെ എ ബി എന്ന് പറയുന്നത് ഡിനോമിനേറ്ററാണ്. പക്ഷെ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് എന്താ? എ ബി ബൈ എക്സ് ബി എന്നാട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് എ ബി എന്ന് പറയുന്നത് ന്യൂമറേറ്ററിലാണ് വന്നിരിക്കുന്നത് അല്ലേ? എ ബി എന്ന് പറയുന്നത് ന്യൂമറേറ്ററിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്കിതൊന്ന് തിരിച്ചിടണം. അപ്പോൾ ഞാൻ ഇതിനെ തിരിച്ചിടുവാണ്. അപ്പോൾ എനിക്ക് എക്സ് ബി ബൈ എ ബി ഈക്വൽ ടു 1/√2 എന്ന് കിട്ടും അല്ലേ? ഇതിന് തിരിച്ചിട്ടു. എന്തിനു വേണ്ടിയിട്ടാണ്? എനിക്ക് ഡിനോമിനേറ്റർ എ ബി ആക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എ എക്സ് ബൈ എ ബി ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ ഞാൻ ആദ്യം ഒന്ന് സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതിനെ തിരിച്ചിട്ടു. അപ്പോൾ റൈറ്റ് സൈഡിൽ തിരിച്ച് എഴുതുമ്പോൾ എങ്ങനെ വരും? 1/√2 വരും. എന്നാലും നമുക്ക് ഇവിടെ ന്യൂമറേറ്റർ മാറ്റാനുണ്ട് അല്ലേ? ന്യൂമറേറ്റർ ഇവിടെ കിട്ടിയിരിക്കുന്നത് നമുക്ക് എക്സ് ബി ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എ എക്സ് ബൈ എ ബി എന്നാണ്. ഡിനോമിനേറ്റർ സെയിം ആയിട്ടുണ്ട്. ഇനി ന്യൂമറേറ്റർ മാറ്റണം. അപ്പം നമുക്ക് നോക്കാം ഈ എ എക്സ് എങ്ങനെയാണ് വന്നേന്ന്. ഇവിടെ നോക്കിക്കേ, എ എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ്. ടോട്ടൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ടോട്ടൽ ഈ സൈഡ് എന്ന് പറഞ്ഞാൽ എ ബി ആണ്. എ ബിയിൽ നിന്ന് എക്സ് ബി എന്ന് പറയുന്ന സൈഡ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ എക്സ് കിട്ടും അല്ലേ? എ ബിയിൽ നിന്ന് എ ബി ടോട്ടൽ എ ബിയിൽ നിന്ന് മൈനസ് എക്സ് ബി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ എക്സ് എന്ന് പറയുന്ന സൈഡ് കിട്ടും. ഇവിടെ നമുക്ക് എക്സ് ബി ഉണ്ട് അല്ലേ? ഇനി ഒരു എ ബി ഇവിടെ മൈനസ് വന്നു അല്ലേ? എ ബി മൈനസ് എക്സ് ബി എന്ന് വന്നു കഴിഞ്ഞാൽ എ എക്സ് കിട്ടും. അപ്പം നമുക്കത് കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഒരു 1 ഇവിടെ 1ൽ നിന്ന് ഈ രണ്ട് സൈഡിലേക്കും മൈനസ് ചെയ്താൽ മതി. therefore എങ്ങനെയെങ്കിലും എഴുതാം 1 മൈനസ് എക്സ് ബി ഡിവൈഡഡ് ബൈ എ ബി
ലെഫ്റ്റ് സൈഡിൽ മൈനസ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും അങ്ങനെ തന്നെ ചെയ്യണേ. 1 മൈനസ് 1/√2 which is equal to ക്രോസ് ചെയ്യുമ്പോൾ എങ്ങനെയാവും എ ബി മൈനസ് എക്സ് ബി എന്ന് തന്നെ കിട്ടും അല്ലേ. എ ബി മൈനസ് എക്സ് ബി ഡിവൈഡഡ് ബൈ എ ബി which is equal to √2 into 1 √2. √2 minus 1 divided by √2. That implies AB by XB എന്ത് കിട്ടും നമുക്ക്? AB minus XB. പിക്ചർ ഒന്നും കൂടി നോക്കാം. AB minus XB എന്തായിരിക്കും? നമുക്ക് തെളിയിക്കാനുള്ള AX തന്നെ കിട്ടും അല്ലേ. AX എന്ന് തന്നെ എഴുതണേ. AX by AB which is equal to എന്ത് കിട്ടും? √2 minus 1 divided by √2 എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമ്മളോട് ഇതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ √2നെ വേണമെങ്കിൽ ഡിനോമിനേറ്ററിൽ √2 ആണ് കിടക്കുന്നത്. അപ്പോൾ ഈ √2നെ വേണമെങ്കിൽ ഒന്ന് മാറ്റാം. എന്ത് ചെയ്താൽ മതി? √2 വെച്ച് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്കപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് എക്സ് ബൈ എ ബി ഈക്വൽ ടു √2 മൈനസ് 1 ഡിവൈഡഡ് ബൈ √2 എന്നാണ്. ഈ ഡിനോമിനേറ്ററിൽ √2 വന്നതുകൊണ്ട് ഞാനൊന്ന് മാറ്റുവാണ്. അത് മാറ്റാൻ വേണ്ടി √2 മാറ്റാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യണം? √2 വെച്ച് തന്നെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എക്സ് ബൈ എ ബി ഈക്വൽ ടു √2 മൈനസ് 1 ഡിവൈഡഡ് ബൈ √2. ഡിനോമിനേറ്ററിൽ √2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിലും √2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്? ഈ റൂട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് ബ്രാക്കറ്റ് ഇടണേ. അപ്പോൾ √2 ഇൻറ്റു √2 എന്ന് പറയുന്നത് 2 വരും ഡിനോമിനേറ്ററിൽ. ഇനി ഇവിടെ √2 ഇൻറ്റു √2 എന്ന് പറയുമ്പോൾ 2 മൈനസ് 1 ഇൻറ്റു √2 എന്ന് കിട്ടും. Therefore AX by AB equal to 2 minus √2 divided by 2. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, എക്സ് ബൈ എ ബി കണ്ടുപിടിക്കാൻ. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു.